ആ ഓക്കെ സാർ. ആ എല്ലാം റെഡിയാണ് സാർ. ആ ശരി സാർ, ഓക്കെ. ആ എടോ പിസി സാർ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയാം. എന്താണ് സാർ? എടോ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 4 തടവ് പുള്ളികളെ അവരുടെ നല്ല നടപ്പ് പരിഗണിച്ച് ഇന്നാണ് പുറത്തുവിടുന്ന ദിവസം. ആഹാ, പിന്നെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ റെഡിയാണല്ലോ അല്ലേ? എല്ലാം റെഡിയാണ് സാർ. പുതിയ സൂപ്രണ്ട് ചാർജ് എടുക്കുന്ന ദിവസമാണെന്ന്. പുള്ളി വന്നു കഴിഞ്ഞാൽ ഫുള്ള് കൊടുക്കേണ്ടി വരും. ഫുള്ളൊക്കെ എങ്ങനെ കൊടുക്കും സാർ? വേണമെങ്കിൽ ഒരു പൈന്റ് കൊടുക്കാം. ആ ഫുള്ളല്ലടോ, എടോ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം. എല്ലാം കൃത്യമായിരിക്കും. ചുമ്മാ ഇതൊന്നും വേണ്ട, എനിക്ക് സല്യൂട്ട് ചെയ്യണ ഇഷ്ടമില്ലെന്ന്. അതല്ല, വേണമെങ്കിൽ എന്നെ ബഹുമാനിച്ചോ, പക്ഷെ സല്യൂട്ട് ചെയ്യണ എനിക്ക് ഇഷ്ടമല്ല. അങ്ങോട്ട് നോക്കണു സാർ. ഗോപാലൻ, കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള, എല്ലാം എനിക്കറിയാം. എടോ, ഇന്നല്ലേ ഈ 4 തടവുകാരെ റിലീസ് ചെയ്യുന്നത്? അതെ സാർ. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ് സാർ. റെഡിയാണ് ഓ, അവരെല്ലാം റെഡി ആയിട്ടിരിക്കുമല്ലേ? ഇവര് 4 പേരല്ലയോ? സാറേ, ഇത് അക്രമമാണ്, അനീതിയാണ്. ഞാൻ ചാർജ് എടുത്തതോ? അതല്ല സാറേ, ഇവിടെ എന്താണ് നടക്കുന്നത്? എന്താ? പുതിയ സൂപ്രണ്ട് സാറാ. ആ സൂപ്രണ്ടാണാ? സൂപ്രണ്ടാകുമ്പോ നേരിട്ട് പറയാല സാർ. അവിടെ ഒരു പോലീസുകാരൻ പ്രതിയോട് കാശ് മേടിച്ചിട്ട് കഞ്ചാവ് കൊടുക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കണം, ഞാൻ മേളിൽ റിപ്പോർട്ട് ചെയ്യും. അക്രമവും അനീതിയും എന്റെ കൺമുമ്പിൽ കാണാൻ പാടില്ല. എന്തോ ഈ കാണുന്നത്? എന്റെ പൊന്ന് സാറേ, ഇത് ഇവിടുത്തെ ജയിൽ പുള്ളിയാ. പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയാ. കമലഹാസന്റെ ഇന്ത്യൻ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിനകത്ത് അച്ഛൻ കമലഹാസനില്ലേ, അതേ സ്വഭാവമാ. എന്റെ പൊന്ന് സാറേ, ഈ ജയിലിനകത്ത് എവിടെ അക്രമ അനീതി നടന്നാലും അതിനെതിരെ ഇങ്ങനെ പ്രതികരിക്കും. നമുക്ക് പണിയാണോടോ? പാരയാണ് സാറേ. ഞാനൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു താനോ? ഞാനും ഗാന്ധിജിയും കൂടെ ഇന്ത്യക്ക് വേണ്ടി ആദ്യരാത്രിയോളം അഹോരാത്രം പണിയെടുത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ട് എനിക്ക് ഗാന്ധിജിക്കും എന്ത് കിട്ടി സാർ? എന്ത് കിട്ടി? ജയിലറ, വെറും തടവറ മാത്രം. പക്ഷെ ഇവിടെ അക്രമവും അനീതിയും നടക്കുന്നതെന്നാൽ ഞാൻ പ്രതികരിക്കും സാർ. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ്. ഇത് കണ്ടാൽ ഞാൻ പ്രതികരിക്കും. കൊടുക്കുന്ന തപ്പ്, വാങ്ങുന്ന തപ്പ്. അയ്യോ, തപ്പ് തപ്പ് തപ്പ്. നിർത്തടാ, അങ്ങോട്ട് മാറിയില്ലേ? അങ്ങോട്ട് മാറിക്കടാ. അകത്തോട്ട് കേറി പോടാ. എടോ, ആദ്യത്തെ ആളുടെ പേര് വിളിച്ചേ. നിൽക്കുന്നവന്മാരിൽ 108 സത്യശീലം കേറി വാടാ. എന്താടോ ഇവന്റെ പേര്? എന്റെ പൊന്ന് സാറേ, ഇവന്റെ പേര് സത്യശീലൻ. വാ തുറന്നാ നുണയെ പറയത്തുള്ളൂ. പിന്നെ പോക്കറ്റടി. സാറിന് ഒരു കാര്യം അറിയോ? സ്വന്തം ഭാര്യയെ തലക്കടിച്ചു വന്നവനാണ് ഇവൻ. അത്രേ ഉള്ളൂ. എടാ, നിന്നെ വിളിപ്പിച്ച കേസ് എന്താ നിനക്കറിയോ? എടാ, വരുന്ന 15-ന്, അതായത് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിന് നിന്നെ ഇവിടുന്ന് വെറുതെ വിടുകയാണ്, റിലീസ് ചെയ്യുകയാണ്. ഈ സൂപ്രണ്ട് സാറ് ചാർജ് എടുത്തുകൊണ്ട് മാത്രമാണ്, ഇദ്ദേഹത്തിന്റെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ് നിന്നെ ഇവിടുന്ന് വിടുന്നത്. അതെ, കാല് പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നിന്റെ പേപ്പറുകളൊക്കെ നീക്കിയേക്കണ ഈ സാറാണ്. അതിന്റെ പേരിൽ സാറിന് ചെറുതായിട്ട് ഒരു കൈക്കൂലി കൊടുത്തേക്ക്. സാറിന് പൈസ കൊടുക്കണം? പൈസ കൊടുത്തതിന്റെ പുറത്തേക്ക് വിടുവോ? പിന്നെ കൊള്ളാലോ പരിപാടി. എന്റെ കയ്യിലെന്തുണ്ട്? സാറേ, ഇതേ ഉള്ളു കേട്ടാ. തപ്പ് തപ്പ് തപ്പ്. അയ്യോ, വാങ്ങരുത തപ്പ്, കൊടുക്കരുത തപ്പ്. ഇത് ഇവിടെ നടക്കിയല്ല. ഇങ്ങനെ കൈക്കൂലി കൊടുക്കണത് എന്റെ കണ്ണിന് കണ്ടു കഴിഞ്ഞാൽ അപ്പ കംപ്ലൈന്റ് ചെയ്യും. സാർ, ഞാൻ സാറിനോട് പറഞ്ഞല്ലേ സാർ, കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ്. എന്റെ പൊന്നേട്ടാ, ഞാൻ പറയുന്നത് ഈ സാറിന് പൈസ കൊടുത്താലേ പുറത്തേക്ക് കൊടുത്തു. ഇതാര് പറഞ്ഞു? എടാ, നിന്റെ നല്ല നടപ്പുകാരനാണ് നിന്നെ ഇവിടുന്ന് വെറുതെ വിടണത്. അതിന് കൈക്കൂലി കൊടുക്കേണ്ട കേസൊന്നുമില്ല. പൈസ കൊടുക്കണ്ടല്ലേ? പിന്നെ നീ ഞാൻ പോകട്ടെ. ഓക്കേ. അല്ല, കൈക്കൂലി എടുക്കണ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. വേറെ സെല്ലൊന്നും ഇല്ലടേ ഇയാളെ. എന്റെ പൊന്ന് സാറേ, ആ സെല്ലിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇയാളെ ഈ സെല്ലിൽ കൊണ്ടുപോയിട്ടേക്കുന്നത്. കൈക്കൂലി വാങ്ങണ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. കൈക്കൂലി ഇവനെയാണല്ലോ. അങ്ങനെ ആദ്യത്തെ 500 പോയി സാറിന്. പിന്നല്ലാതെ അടുത്ത ആളെ കൊണ്ട് അടുത്ത ആളെ വിളി. അടുത്തത് 120 ശാന്തകുമാർ. കേറി വാ. എന്താ സാറേ വിളിച്ചത്? എന്തിനാ എന്നെ വിളിച്ചത്? പുതിയ സൂപ്രണ്ട് സാറാണ്. അന്ന് എന്റെ മുതിർന്നവർക്കോ ആന വിളിക്കാം നമുക്കിവിടെ. എടാ, അതല്ല, എന്നെ വിളിച്ച കാര്യം പറ. എടാ, വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിന്, അതായത് ആഗസ്റ്റ് 15-ന് നിന്നെ ഇവിടുന്ന് റിലീസ് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ 3 പേര് ആരാശുപത്രി കൊണ്ടുപോകും എന്നെ റിലീസ് ചെയ്തിട്ട്. എടാ, നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? റിലീസ്, ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. എന്റെ പൊന്നു സാറെ, പുറത്തിട്ടൊരുത്തന്നെ റിലീസ് ചെയ്തിട്ടാണ് അവരെന്നെ അകത്തോട്ട് കൊണ്ടുവന്നത്. ഇവന്റെ പേരെന്തുവാടോ? ശാന്തകുമാർ. ഇവൻ ശാന്തകുമാർ എന്നല്ല, ദേശകുമാർ എന്ന് പേരിടണം. എന്റെ പൊന്നു മോനെ ശാന്ത, നിന്റെ നല്ല നടപ്പ് പരിഗണിച്ച് ഈ സാറ് നിന്നെ ഈ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ പോയത്. അതിന് ഇപ്പൊ എന്റെ നടപ്പിനെന്താ ഒരു കുഴപ്പം? അയ്യോ, എന്റെ പൊന്നു സാറെ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് സാറേ. ഇവരാ
ശാന്ത, എന്തോ ഈ സ്വാതന്ത്ര്യ ദിനത്തിന് നിന്റെ നല്ല നടപ്പ് പ്രമാണിച്ച് നിന്നെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. സാറേ എന്തോ എന്നിട്ട് സാറിന് ഒരു ശവപ്പെട്ടി പണിയാൻ ഇവരോട് ഏർപ്പാടാക്കാൻ പറയാം. എന്നെ റിലീസ് ചെയ്യാൻ ശ്രമിച്ചാൽ ആരെയും ഞാൻ തിരിച്ചു റിലീസ് ചെയ്യും. എന്റെ പൊന്നു മോനെ ശാന്ത, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്കാം. നീ ഇനി ജയിലിൽ കിടക്കണ്ട. വേണ്ടേ? നിനക്ക് നിന്റെ വീട്ടിൽ പോവാം. വീട്ടിൽ പോവാ. അത് ശരിയാക്കാൻ മുൻകൈ എടുത്ത സാറിനെയാണ് നീ തല്ലി തവിട് ഓടിയാക്കി ഇട്ടേക്കണത്. അതിന് പ്രത്യുപകാരം എന്ന നിലയിൽ നീ എന്തെങ്കിലും സാറിന് കൊടുത്തേ. ഇനിയും കൊടുക്കണം? അയ്യോ തല്ലല്ല, പിന്നെ നിന്റെ കയ്യിലുള്ള ചില്ലറ എന്തെങ്കിലും കൊടുക്കാൻ. കാശ് കാശ് കൊടുത്ത് തന്നെ വിടുവല്ല? ഉറപ്പാണല്ല? ഉറപ്പാണ്. ആകെ എന്റെ ഇതേ ഉള്ളൂ. മതി. തപ്പ് തപ്പ് തപ്പ്. ഇയാളെ കൊണ്ട് വലിയ തൊല്ലയായില്ല. ഞാൻ പറഞ്ഞില്ല സാറേ, ഇവിടെ കൈക്കൂലി വാങ്ങി ഞാൻ അപ്പൊ കംപ്ലൈന്റ് ചെയ്യുന്നു. ഈ ബോഡിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഒരേക്കർ സ്ഥലം വെക്കുന്നു. ഇത് ഞാൻ മോളി കംപ്ലൈന്റ് ചെയ്യും. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഈ പൈസ കൊടുത്താലേ ഈ സാർ എന്നെ പുറത്തു വിടൂ. എടാ, നീ പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നിയമപരമായിട്ട് ഇവര് നിന്നെ പുറത്തു വിടാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ഞാൻ പൈസ കൊടുക്കണ്ട? വേണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാ. എന്റെ സാറേ, കൈക്കൂലി മേടിക്കണതെങ്ങാനും എന്റെ കണ്ണി പെട്ട ഞാൻ എല്ലാത്തിനും അകത്താക്കും. ഞാൻ മേളിലേക്ക് കംപ്ലൈന്റ് ചെയ്യും. അടുത്ത പേര് വിളിയോ. 321 നന്മ പ്രഭാകരൻ, കേറുവാ. എന്താ പേര്? പ്രഭാകരൻ. നന്മ പ്രഭാകരൻ. പ്രഭാകരൻ, ഈ ആഗസ്റ്റ് 15-ാം തീയതി നല്ല ഉറപ്പ് പ്രകാരം നിന്നെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. അതിന്റെ ചില കാര്യങ്ങളും രീതികളും ഒക്കെ വെച്ചിട്ട് ഒന്നുമില്ല. അങ്ങോട്ട് പോവാ 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 അങ്ങോട്ട് പോവാ. അടുത്ത പേര് വിളിയോ. 110 സുകുമാരപിള്ള, കേറുവാ. 110 സുകുമാരപിള്ള, കേറിവാ. താൻ കേറിപ്പോടോ. ഇയാളെന്തിനാ ഇവിടെ? 110 സുകുമാരപിള്ള ആരാന്ന് വെച്ചാ കേറുവാ. താൻ അകത്തോട്ട് കയറി പോരാല്ലോ. 110 സുകുമാരപിള്ള. എന്താന്ന് കുറെ നേരം വിളിച്ചിട്ട് അകത്തേക്ക് വിടുന്നു. ഇയാളാണ് 110 സുകുമാരപിള്ള. അയ്യോ, സാറായിരുന്നു സുകുമാരപിള്ള. അപ്പൊ നിന്നെ ഈ ഇവിടെ നിന്നും റിലീസ് ചെയ്യണം. ഇവന്റെ റിലീസിംഗ് ഓർഡർ ഇങ്ങോട്ട് തരിക. ഇതാണ് നിന്റെ റിലീസിംഗ് ഓർഡർ. നിന്റെ റിലീസിംഗ് ഓർഡർ ഇന്ന് ഞാൻ ഇന്ന് റിലീസ് ചെയ്യാടാ. ഞാനിന്ന് റിലീസ് ചെയ്യണം അല്ലടാ. നിന്നെ ഞാൻ ഇന്ന് റിലീസ് ചെയ്യണം. നിന്നെ അപ്പൊ എന്നെ റിലീസ് ചെയ്യൂല. നിന്നെ ഞാൻ റിലീസ് ചെയ്യില്ല. നീ ആയുഷ്കാലം മുഴുവനും ഈ ജയിലിന്റെ അകത്ത് കിടക്കും. എന്നാ പിടി. തരാന്നേ എല്ലാവർക്കും പോരാ. ഇന്നാ എന്നാ പിടിച്ചോ. പിടി. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം സാർ.